കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. വീടെത്തി. അതെ, വീടെത്തി. ഇനി ഇവരെ അത് അറിയിക്കണമെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് ചിരി വരുത്. നീ വാ സുധീഷേട്ടാ. നിർത്ത് സുധീഷേട്ടാ. നിർത്തണ്ടാ. എന്താടാ ചിരിച്ചുകൊണ്ട് വരുന്നത്? ഒന്നുമില്ല ഹരീഷേ, പറയട്ടെ. ഒന്നും മിണ്ടാണ്ടിരിക്കും സുധീഷേട്ടാ. നിങ്ങൾ ചിരിക്കാതെ കാര്യം പറ. പോയിട്ട് എന്താ ഉണ്ടായേ? പോകുമ്പോ രണ്ടുപേരും പേടിച്ചിട്ടാണല്ലോ പോയെ. എന്താ ഇപ്പൊ ഇങ്ങനെ ചിരിക്കാൻ? ഞാൻ പോവാ. ഇവിടെ പോണു. ഇവിടെ നിക്ക്. നീയേ പോയ കാര്യം പറഞ്ഞിട്ട് പോയാ മതി. പറ അലയണ്ട, ഞാൻ തന്നെ പറയാം. സുഭാഷേട്ടാ, ഞങ്ങളെ ഇപ്പൊ നീതിന്റെ വീട്ടിൽ നിന്നാ വരുന്നേ. നീയും പോയിരുന്നു? ഇവൻ ഒറ്റയ്ക്ക് പോയ കുഴപ്പമുണ്ടാവുന്ന കരുതി ഞാനും പുറകെ ചെന്നതാ. അവിടെ വല്ല കുഴപ്പമുണ്ടായോ? കുഴപ്പമുണ്ടായ ഞാൻ അങ്ങനെ ചിരിച്ചിട്ട് വരുമോ സുഭാഷേട്ടാ? അപ്പൊ അവര് കല്യാണത്തിന് സമ്മതിച്ചോ? അത് അവര് കാര്യം പറഞ്ഞിട്ട് ചിരിക്കും സുധീഷ്. മനുഷ്യനെ വെറുതെ ഒട്ടുപിടിപ്പിക്കല്ലേ. ഹരീഷ പറയടാ, ചോദിക്കണായിട്ടില്ലേ? പറ. അല്ല, അത് അവള് പ്രഗ്നന്റ് ഒന്നല്ല. എന്ത് മനസ്സിലായില്ലേ? ഇതില് കൂടുതൽ ഞാൻ എന്ത് പറയാനാ സുഭാഷേട്ടാ? സുഭാഷേട്ടാ, ഞാൻ പറയാം. നമ്മള് തറവട്ടമ്പലത്തിൽ പോയില്ലേ? ആ സമയത്ത് അവളുടെ വീട്ടുകാരെല്ലാരും കൂടി അവളൊരു വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിച്ച്. ഇതൊരൊക്കെയല്ലേ? ആ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവള് കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ കള്ളഗർഭം. അല്ലടാ, ഈ പൊട്ടനെ കളിപ്പിക്കാൻ വേണ്ടിട്ടേ അവളത് ഇവനോടും പറഞ്ഞു. അപ്പൊ മുതൽ ഇവനാകെ ടെൻഷനും. അല്ല, നിനക്കറിഞ്ഞൂടെ സത്യം? അതൊന്ന് പറഞ്ഞൂടായിരുന്നോ? അതാണ് തമാശ. ഏതൊരു സിനിമയിലെ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും പറ്റിച്ച ശേഷം ഇനിയിപ്പോ എങ്ങനെ ബിരിയാണി കിട്ടിയാലോ എന്നും പറഞ്ഞു പോകുന്ന സലീം കുമാറിന്റെ ക്യാരക്ടർ ഇല്ലേ? അതുപോലെ ആയിരുന്നു ഇവൻ. അവള് വിളിച്ച് ഇവനോട് പ്രഗ്നന്റാന്ന് പറഞ്ഞപ്പോഴേ അതെങ്ങനെയാന്ന് ഇവൻ അവളോട് ചോദിക്കാന്ന്. നിനക്ക് എന്നെ വിശ്വാസം ഇല്ല ഹരീഷെന്നും ചോദിച്ചുകൊണ്ട് അവള് ചുമ്മാ ഒരു നാടകം അങ്ങോട്ട് ഇറക്കി. ഇവനാകെ ടെൻഷനായി. നേരം ഇവൻ പ്രേമിച്ചതുകൊണ്ടെങ്ങാനാണോ ഇനി അവള് പ്രഗ്നന്റ് ആയതെന്ന് ഇവനൊരു ടെൻഷൻ. നീ ഇത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോ ഇവന്റെ അവസ്ഥ അതായിരുന്നു. ഞാനാണ് കാരണം ഒന്ന് പറയാനും വയ്യ, അല്ലെന്ന് പറഞ്ഞ അവളെ വിശ്വസിപ്പിക്കാനും വയ്യ. വല്ലാത്തൊരവസ്ഥ. വീട്ടിൽ വന്ന് കയറി ഉടനെ തന്നെ നീ ഇതിനെ കാണാൻ ഓടിയ എന്റെ കാര്യം അതാ. എനിക്ക് അറിഞ്ഞോടെ ഇവനെ, അതുകൊണ്ടല്ലേ ഞാൻ ഇവന്റെ പിന്നാലെ വെച്ച് വിട്ടത്. എന്നാലും അവള് പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഒരു റിയാക്ഷൻ കാണുമായിരുന്നു. എന്റെ അമ്മോ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ പ്രസവം കഴിഞ്ഞ് ഭാരം ഒഴിഞ്ഞ പെണ്ണുങ്ങളെ പോലെ ആയിരുന്നു നമ്മുടെ ഹരീഷിന്റെ മുഖം. അപ്പോ ഒന്നും എന്താ